ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഇത്രയും നാളെ ഞാൻ ഷോർട്സ് വീഡിയോ മാത്രമേ ഇടാറുണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ ട്രിവാൻഡ്രം ടു കൊച്ചി ഒരു റൈഡ് പോവുകയാണ്, അതും ബൈക്കിൽ. ഇപ്പോൾ മഴ സീസണാണ്. സോ ഫുൾ റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് പോകുന്നത്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് നാടോടിയുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് കൊച്ചി പോകുന്ന ഒരു ചെറിയൊരു ആവശ്യത്തിനാണ്. അത് ഞാൻ അവിടെ പോയിട്ട് വീഡിയോ കാണിച്ചു തരാം. സോ നമ്മളിപ്പോൾ കവടിയാർ എത്തിയതേ ഉള്ളൂ. സമയം 9 മണി ആവാറായി. ഇന്ന് സൺഡേ ആണ്, അപ്പോൾ റോഡിൽ നല്ല തിരക്കില്ലാന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അവിടെ എത്തുമ്പോൾ ഒരു ഉച്ചയൊക്കെ കഴിയും. സോ നമ്മൾ അത്യാവശ്യം ഒരു മിനിമം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഹൈവേ ആയതുകൊണ്ട് നല്ല റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്താവും നമുക്ക് കാണാം. റൈഡ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കാനായിട്ട് ഈ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ പാട്ടൊക്കെ കേട്ട് ചില്ലടിച്ച് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ മഴ ഇടയ്ക്കിടയ്ക്കായിട്ടുണ്ട്. കുറച്ച് ചിലയിടത്തുണ്ട്, ചിലയിടത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മഴ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കൊച്ചി എത്തിയിട്ട് കാണാം. ഇപ്പോൾ നല്ല രീതിക്ക് മഴയുണ്ട്. പിന്നെ പോകുന്ന വഴി ഇതേപോലെ 3-4 പാലങ്ങളുണ്ട്. നല്ല അടിപൊളി ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കുറച്ച് വ്യൂസുള്ള പാലങ്ങളാണ്. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്, അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ കാണും. ഒന്ന് ക്ഷമിച്ച് വിട്ടേക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം എറണാകുളം എത്താറായി. ഇനി ഒരു 67 കിലോമീറ്ററും കൂടെ ഉള്ളൂ. നമ്മൾ ആലപ്പുഴ ബൈപ്പാസിലൂടെയാണ് നമ്മൾ പോകുന്നത്. കാലിലും വണ്ടിയിലും ഫുള്ളും എല്ലായിടത്തും നല്ല ചെളി അടിച്ച് കയറിയിട്ടുണ്ട്. ഇത് വേറൊരു പാലമാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ബീച്ചാണ്. നല്ല ഇങ്ങനെ വണ്ടി നമ്മളിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ കൂടെ ഇതേപോലത്തെ കുറേ വ്യൂസ് ഉണ്ട്. അതൊക്കെ കണ്ടു പോകാൻ നല്ല രസമാണ്. ഒരേ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇവരുടെ ഈ ഹൈവേയുടെ പണി കിടക്കണോണ്ട് നല്ല രീതിക്ക് റോഡ് തൊലഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞ് നല്ല സെറ്റായിട്ട് വരും എന്ന് വിചാരിക്കുന്നു. അപ്പോഴത്തേക്കും നമുക്ക് നല്ല അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് കൊച്ചി എത്താം. വണ്ടിയുടെ അവസ്ഥയെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. 2 കിലോ മണ്ണല്ലേ കയറ്റി വെച്ചിരിക്കണം. എന്തൊരവസ്ഥ! ഇതൊക്കെ വീട്ടിൽ ചെന്നിട്ട് കഴുകി ഇറങ്ങണം. അപ്പൊ ഫ്രണ്ട് നോക്കൂ, ചെയിനൊക്കെ ചെയിൻ ലൂസായെന്ന് തോന്നുന്നു. നല്ല അടിയുണ്ടായിരുന്നു. വണ്ടിയുടെ ചെയിൻ ടൈറ്റ് ആകാനായിട്ട് നമ്മൾ വഴി കണ്ടൊരു വർക്ക്ഷോപ്പിൽ കയറിയായിരുന്നു. അപ്പോൾ ആ നിൽക്കുന്ന മാമനാണ് നമ്മളുടെ വണ്ടി ചെയിൻ ടൈറ്റാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ സ്റ്റാൻഡിൻ്റെ സെൻസറിൻ്റെ അവിടെ കുറേ ഓയിലെടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ചേട്ടാ സെൻസർ ഇരിക്കുകയാണ്, അപ്പം ഓയിൽ ഒഴിക്കില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ വന്നത് എന്തിനാണെന്ന് ഇനി പറഞ്ഞു തരാം. ഞാൻ ഒരു ഫോൺ പുതിയതായിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് നല്ലൊരു ബെസ്റ്റ് റേറ്റിന് അവർ തരാമെന്ന് പറഞ്ഞിരുന്നു. പുതിയ ഫ്രഷ് ഫോണാണ് എടുക്കുന്നത്, സെക്കൻഡൊന്നും അല്ല. അപ്പോൾ നമ്മളുടെ ഇരിക്കുന്നത് 13 അത് കൊടുത്തിട്ട് പുതിയതെടുക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അവർ ഫോൺ അപ്ഡേറ്റ് ചെയ്താലേ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോണ് ഡിസ്പ്ലേ അടിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെയും അപ്ഡേറ്റ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോൺ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഫോൺ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. നേരെ തൊട്ടപ്പുറത്തുള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഈ സോൾട്ട് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിൽ നമ്മൾ ഫുഡ് അടിക്കാൻ കയറിയായിരുന്നു. രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. അപ്പം ഇപ്പം മുഴു പട്ടിണിയിലാണ്. അപ്പോൾ എന്തായാലും ഒരു മന്തി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ വയറ്റിൽ ഫില്ലായിട്ട് കിടക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ 2 മന്തി ഓർഡർ ചെയ്തു. അതും പെരി പെരി അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇവിടെ അൽറീം മന്തിയിൽ പോകണമെന്നായിരുന്നു. പിന്നെ അത് ഇവിടെ നിന്ന് നല്ല ദൂരം ഉള്ളതുകൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് തന്നെ മന്തി കഴിച്ചു. അൽഫാം മന്തി കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും. സോ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. പിന്നെ ഒരു ചടങ്ങായിരുന്നു ഗൈസ്, അത് ഫുള്ള് വീഡിയോ എടുത്തില്ലായിരുന്നു. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവിലാണ് നിൽക്കുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ ഫോൺ എടുക്കാൻ പോയിട്ട് അവിടെ ഫുൾ മൂഞ്ചിലായിരുന്നു. അതാണ് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാത്തത്. സംഭവം ഷോപ്പിൻ്റെ പ്രശ്നമല്ല, നമ്മളതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന മറ്റേ മെയിൻ ഫോണുണ്ട്, അത് ആൻഡ്രോയിഡാണ്. അപ്പോൾ അത് ഓഫായി പോയായിരുന്നു മഴ നനഞ്ഞ്. എന്താണെന്ന് അറിഞ്ഞുകൂടെ, അന്നത്തെ ദിവസം തന്നെ ഓഫായിപ്പോയി. അത് നല്ല രീതിക്ക് നനഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് വലുതായിട്ട് എന്താ കുറച്ചെന്തോ മഴ നനഞ്ഞിട്ടുള്ളൂ. അപ്പം അതെന്താണോ എന്തോ ഓഫായിപ്പോയി. പിന്നെ നമ്മളുടെ ഐഫോൺ ആണെങ്കിൽ 13 ഉണ്ടല്ലോ, അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തിട്ട് പിന്നെ എന്തോ 1-2 തവണ നമ്മൾ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിയിട്ട് ഒന്നും നടക്കണില്ല. അപ്പോൾ നമ്മളുടെ പഴയ ഫയലെല്ലാം പോകുമെന്നാണ് വിചാരിച്ചത്. അവസാനം ഒരു 3-4 തവണ ട്രൈ ചെയ്ത് നോക്കി, നടക്കുന്നില്ല. അതായത് പുതിയ ഫോൺ എടുത്തിട്ട് നമ്മളുടെ പഴയ ഐഫോണിൽ നിന്ന് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. പിന്നെ നമ്മളൊരു ഷോപ്പിലെത്തിയത് ഒരു
2 മണിയൊക്കെ ആയപ്പോഴാണ്. അപ്പം എന്നിട്ട് ആ ഷോപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങിയത് രാത്രി 8:30 9 മണിയായപ്പോഴാണ്. അപ്പം അത്രയും നേരം നമ്മൾ അവിടെ ഇരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡ് അടിക്കാനൊക്കെ പോയായിരുന്നു. പിന്നെ മെയിനായിട്ട് കൊച്ചിയിൽ പോയിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഫോൺ എടുക്കുക, ചില്ലടിക്കുക, വൈകിട്ട് തിരിച്ച് ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ തിരിച്ച് വരാനുള്ള പ്ലാനിലാണ് ഇരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ ഒരു ദിവസം പിന്നെ ലീവ് എടുത്ത് എനിക്ക് വേണ്ടി. പിന്നെ അതിൻ്റെ ഇടയിൽ ആപ്പിൾ ഐ ഡിയുടെ പാസ്വേഡും മറന്നുപോയി. അത് വേറൊരു ഇത്. അതെൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. എനിക്കങ്ങനെ പൊതുവേ പാസ്വേഡ് മറന്നു പോകുന്നതിന് ശീലമുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ മെൻ്റലി ഞാൻ ഒന്ന് ഒരുമാതിരിയായി. അതായത് പുതിയ ഫോൺ എടുക്കാൻ പോയപ്പം ഇത്രയും ദൂരം വരികയും ചെയ്ത് അവസാനം ഞാൻ വിചാരിച്ചു ഇനി ഫോൺ എടുക്കാൻ പറ്റൂല, പഴയ നമ്മളെ 13 കൊണ്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച്. അവസാന നിമിഷമായപ്പോൾ എന്തോ ഈ മറ്റേ വെളിച്ചമെന്നൊക്കെ പറയില്ലേ, മഞ്ഞുമേൽ ബോയ്സിൽ പറഞ്ഞു കേട്ടില്ലേ, മറ്റേ ഈ എന്താ മച്ചാനെ ദൈവം എന്ന് പറയുമ്പോൾ ഒരു വെളിച്ചത്തിൻ്റെ കഥയൊക്കെ പറയില്ലേ, അതേപോലെ തനിയെ ഫോണെന്തോ ഓണായി വന്ന്. അങ്ങനെ അതിൽ ആപ്പിൾ ഐ ഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതും എന്തോ ഭാഗ്യത്തിന് ആപ്പിൾ ഐ ഡി കിട്ടി. അവസാനം ഫോണും എടുത്ത് മര്യാദയ്ക്ക് തിരിച്ചു വന്നു. എന്തോ ഒരു പ്രത്യേക ഫീലായിരുന്നു അപ്പോൾ തന്നെ. പിന്നെ നേരെ നമ്മൾ ബിയോണ്ട് ബർഗറിലോട്ട് വെച്ച് പിടിച്ച് അങ്ങനെ കുറേ പ്രശ്നങ്ങൾക്കൊടുവിൽ നമ്മൾ നേരെ ബിയോണ്ട് ബർഗറിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നല്ലൊരു ഫുഡ് അടിച്ചിട്ട് തിരിക്കാനുള്ള പ്ലാനാണ് നേരെ ട്രിവാൻഡ്രത്തോട്ട്. കൊച്ചിയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ബർഗർ സ്പോട്ടാണ്. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഒക്കെ കണ്ടിട്ട് തോന്നി. അപ്പോൾ നമ്മൾ കയറാമെന്ന് വിചാരിച്ചു. കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു, നോക്കാം അകത്ത് കയറിയിട്ട്. നിപ്പുൺ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ വീഡിയോയിലാണ് ഈ ഷോപ്പ് ഞാൻ കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ നോക്കി വെച്ചായിരുന്നു. ആ ബർഗർ ഇഷ്ടപ്പെട്ടു. ഞാൻ പൊതുവെ മധുരം അങ്ങനെ വലുതായിട്ട് കഴിക്കില്ല. എടുത്തുക 3 കണ്ണുള്ള 2 വാക്ക് ഒരിടത്താണ് പറയേണ്ടത്. അവസാന നിമിഷം വന്ന് രക്ഷിച്ച സ്വന്തം ഐക്യൊക്കെ കണ്ണൊന്നും പെടരുതായിരുന്നു. സെറ്റാണൊക്കെ. ഫുഡ് റിവ്യൂ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. അതെന്തായാലും ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ കൊച്ചിയിലെ ഒരു ദിവസത്തെ കറക്കത്തിന് ശേഷം എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് സ്ട്രെയിറ്റ് ട്രിവാൻഡ്രത്തോട്ട് വിടുകയാണ്. ടൈം ഇപ്പം രാത്രി 11 മണി കഴിഞ്ഞ് ഒരു 12 മണി ആവാറായി. അപ്പോൾ ഇതിന് നേരെ വേറെ സ്റ്റോപ്പൊന്നുമില്ല, നേരെ കൊച്ചിയിലോട്ടാണ്. ഫുൾ ടയേർഡാണ്, എന്നാലും കുഴപ്പമില്ല, മാറി വണ്ടി ഓട്ടിക്കാമെന്ന് വിചാരിച്ച്. സോ റോഡ് ഫുൾ ചെളിയും നല്ല മഴയും മഴയൊക്കെ നല്ല രീതിക്കുണ്ട്. നമ്മളിപ്പോൾ തിരിച്ച് ട്രിവാൻഡ്രത്തെത്തി. അപ്പം രാവിലെ ഒരു 4:25 കൂട്ടുകാരനെ വീട്ടിൽ കൊണ്ടാക്കി. ഇതിപ്പം വീട്ടിന് മുമ്പിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അടുത്തിനി വീട്ടിൻ്റെ അകത്തോട്ട് കയറണം. വണ്ടിയുടെ അവസ്ഥ ഞാൻ നാളെ കാണിച്ചു തരാം. ഇപ്പോൾ കൊച്ചി പോയിട്ട് വന്നതിന് ശേഷം നമ്മളുടെ വണ്ടിയുടെ അവസ്ഥ ഇതാണ്. ഫുൾ ചെടി കളിച്ച് കയറി നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇനി ഇത് വാട്ടർ വാഷിന് കൊടുക്കണം. സോ സീ യു ദി നെക്സ്റ്റ് വ്ലോഗ്. കുറച്ച് കാര്യം പറയാൻ വിട്ടുപോയി. ഗൈസ്, ഷോപ്പിലുള്ളവർ അത്യാവശ്യം നല്ല രീതിക്കാണ് നമ്മളെ പെരുമാറിയത്. പ്രത്യേകിച്ച് എനിക്ക് ഫോൺ എടുത്ത ആ ബ്രോ ഉണ്ടല്ലോ, ബ്രോ കുറേ നേരം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു. അല്ലെങ്കിൽ കളഞ്ഞിട്ട് ഞാൻ വന്നേനെ. അപ്പോൾ തന്നെ കളഞ്ഞിട്ട് പഴയ ഫോണും കൊണ്ട് നമ്മളെ 13 കൊണ്ട് തിരിച്ചു വരുമായിരുന്നു. എന്തോ ഒരു 8:30 പറയാം. അവിടുത്തെ ടൈമിങ് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് സൺഡേ ആയിരുന്നു. എനിക്ക് തോന്നുന്നു കട നേരത്തെ അടയ്ക്കേണ്ട സമയം കട അടയ്ക്കേണ്ട സമയം കഴിഞ്ഞിട്ട് അവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്തായിരുന്നു എനിക്ക് വേണ്ടി ഫോൺ എടുക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ അവർ നമ്മൾ 13 കൊണ്ടുവന്നിട്ട് പിന്നെ അവർ കൊറിയർ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എല്ലാം സെറ്റായി ലാസ്റ്റ്. അങ്ങനെ നമ്മൾ ഫോൺ എടുത്തിട്ടാണ് അവിടെ നിന്ന് തിരിച്ചത്.